ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. നേരത്തെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തിരുന്നു. അതായത് ഏത് ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് നമുക്ക് 100 രൂപ 500 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നല്ല ഫണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ 100% ബെനിഫിറ്റ് ആയിട്ടുള്ള ഫണ്ട് ഏതെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളാണ്. അപ്പോൾ അത് നോക്കിയ സമയത്ത് നമ്മൾക്കൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ പറ്റുക എന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ ഞാനും ഒരു അഡ്വൈസർ വഴിയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു അഡ്വൈസറോ ആരുമില്ലാതെ നമ്മൾക്ക് തനിച്ച് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഫണ്ട് ഏത്, ഏറ്റവും നല്ല ഫണ്ട് ഏത്, ഒരു സെക്ടർ വൈസുള്ള ഫണ്ട് ഏത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട്, അതായത് കൃത്യമായിട്ട് നോക്കി അതിൻ്റെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ലാസ്റ്റ് 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 1 ഇയർ ഒക്കെ ആയിട്ട് നല്ല ഗ്രോത്ത് കൊടുക്കുന്ന ഫണ്ടിനെ നമ്മൾക്ക് കണ്ടുപിടിച്ച് നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് 100 രൂപയോ 200 500 1000 ഒക്കെ വെച്ചിട്ട് നമുക്ക് SIP ആയിട്ടോ അല്ലെങ്കിൽ വൺ ടൈം ആയിട്ടോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്രോ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും സൗജന്യമായിട്ട് 100 രൂപ ബോണസ് ലഭിക്കുകയാണ്. ആ 100 രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 100 രൂപ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. യാതൊരുവിധ മറ്റുള്ള ടാസ്കുകളോ കാര്യങ്ങളില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ KYC ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു 100 രൂപ നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, യാതൊരുവിധ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 100 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് 100% ഗ്രോത്ത് ഉണ്ടാക്കിയ ആ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചും ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രോ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് മേളിൽ 3 മെനു കാണാം, താഴെയും 3 മെനു കാണാം. മേളിൽ 3 മെനു, ഒന്ന് സ്റ്റോക്ക്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അതുമാത്രമല്ല നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കാം, പല കമ്പനികളുടെ ഷെയർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. വളരെ ഈസിയാണ്, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്നും അറിയാത്ത ഒരു സാധാരണ 10ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് പോലും ഇതിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങാം, മറ്റൊരാളുടെ തേർഡ് പാർട്ടി സപ്പോർട്ടോ കാര്യങ്ങളില്ലാതെ. ആദ്യമായിട്ട് അക്കൗണ്ടിൻ്റെ സെറ്റപ്പ് നോക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ KYC കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. ഇത് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിക്കും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ മേളിൽ ഫണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആഡ് ഫണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്രയാണോ, 100 രൂപയാണോ അല്ലെങ്കിൽ 500 ആണോ, ഇത്ര എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ആഡ് മണി അടിക്കുക. ഇവിടെ നിങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ എടുക്കാം. വേണമെങ്കിൽ UPI എടുക്കാം, ഫോൺ പേ എടുക്കാം, നെറ്റ് ബാങ്കിങ് എടുക്കാം, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ NEFT RTGS അങ്ങനെ ഏതാ ഓപ്ഷൻ എന്നുള്ള അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഗൂഗിൾ പേ കൊടുത്തിട്ടുള്ളത്. ദെൻ ആഡ് മണി അടിക്കുക. ഗൂഗിൾ പേയിൽ നോട്ടിഫിക്കേഷൻ വരും, ആ ഫണ്ട് ഇതിനകത്ത് ലോഡാവും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഫണ്ട് ലോഡ് ചെയ്യുന്ന കാര്യം. ഇനി വിഡ്രോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വിഡ്രോ ബട്ടൺ ഉണ്ട്. വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എത്രയാണ് എമൗണ്ട് വേണ്ട അടിക്കുക, ദെൻ വിഡ്രോ ചെയ്യുക. ഇതുപോലെ തന്നെയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഏകദേശം പറഞ്ഞു തന്നു. അപ്പോൾ സിമ്പിളാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞ് ഡാഷ്ബോർഡിനകത്ത് പോകാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് എടുക്കുക. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഏറ്റവും ടോപ്പിൽ 5 സ്റ്റാർ കിട്ടിയ മ്യൂച്വൽ ഫണ്ടാണ്. ഏകദേശം 3 വർഷത്തിനുള്ളിൽ 32% ഗ്രോത്ത് ഉണ്ടാക്കിയ ഫണ്ടാണ് ഈ പറഞ്ഞ ICC പ്രോഡക്റ്റ് ടെക്നോളജി ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട്. അത് 5 വർഷത്തേക്ക് 26% ഗ്രോത്ത് ഉണ്ട്. 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക്. ലാസ്റ്റ് 1 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 119% ഗ്രോത്ത്. ആ ഒരു ഗ്രോത്തിലാണ് നമ്മുടെയൊക്കെ ഫണ്ട് വലിയൊരു 9 മാസം കൊണ്ട് ഏകദേശം 50% മുകളിൽ ഗ്രോത്ത് ഉണ്ടായ ഫണ്ടാണിത്. അപ്പം നല്ലൊരു ഫണ്ടാണ്. ആ ഫണ്ടിൻ്റെ സൈസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രോസ് കോൺസ്, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺസ് 1 ഇയർ 3 ഇയർ 5 ഇയർ ഓൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് നോക്കുമ്പോഴും 25% തന്നെ ഗ്രോത്ത്. അപ്പോൾ 25% മേളിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഡബിൾ ആവും. 1 വർഷത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡബിൾ ആയിട്ടുണ്ടായേനെ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റർ ഉണ്ട്. SIP ആയിട്ട് വൺ ടൈം ആയിട്ട് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ SIP ആയിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ SIP ആയിട്ട് ചെയ്യുന്നത് നമ്മളൊരു 11,500 ആണെങ്കിൽ നമുക്ക് 1 ഇയർ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടെ ഉണ്ട്.
3 ഇയർ ആകുമ്പോൾ ഇത്ര കിട്ടും, 5 ഇയർ ആകുമ്പോൾ ഇത്ര കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത്. ഓക്കെ, 11,500 ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഏകദേശം 13 ലക്ഷം രൂപ നമുക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വൺ ടൈം ആണെങ്കിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. തൊട്ട് താഴെ പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിന് താഴെ ഹോൾഡിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, അതർ പ്ലാൻസ്, സെയിം ദ ഫണ്ട് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൺ ടൈം, ഒന്നുകിൽ ഒരുപാട് ഫണ്ടുള്ളവർ 1 lakh 2 lakh 3 lakh ഒക്കെ ഉള്ള ആൾക്കാർക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് മന്ത്ലി SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മന്ത്ലി SIP ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്രയാണ്, 100 രൂപയാണ്, 100 രൂപ ഇൻവെസ്റ്റ് നൗ അടിക്കുക. ഇപ്പോൾ എല്ലാ മാസവും 22-ാം തീയതി 100 രൂപ വെച്ച് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് പോകും. ഇപ്പോൾ ഒരു 100 രൂപയും പോകും, അതോടൊപ്പം തന്നെ എല്ലാ മാസവും പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. വൺ ടൈം ആണെങ്കിലും സെയിം തന്നെ, ഒറ്റയടിക്ക് ഫസ്റ്റ് തവണ മാത്രമേ പോകുള്ളൂ. 5000 അടിച്ചു അല്ലെങ്കിൽ 100 രൂപ അടിച്ചു, ഒറ്റ തവണ ആ 100 രൂപ നമ്മൾക്ക് ഫണ്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഫണ്ടുകൾ കാണാൻ പറ്റും. 5 സ്റ്റാർ കിട്ടിയ ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണെങ്കിൽ ഏകദേശം 3 വർഷത്തിനിടയിൽ 28% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷത്തിനിടയിൽ 22%, ലാസ്റ്റ് 1 വർഷം 91% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതും നല്ലൊരു ഫണ്ടാണ്. 20% എന്തായാലും കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഫണ്ട് നമ്മൾക്ക് റിട്ടേൺ നോക്കിയിട്ട് നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ വേറൊരു ഫണ്ടുണ്ട്, പരാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഏകദേശം 3 വർഷത്തിനുള്ളിൽ 22% ഗ്രോത്ത്, 1 ഇയറിനുള്ളിൽ 59%, 5 വർഷത്തിൽ 21%. അപ്പോൾ ഒരു 20% തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാറ്റയുടെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഗ്രോത്ത്, അതൊരു 30% ഉള്ളത് 3 വർഷത്തേക്ക്. ലാസ്റ്റ് 1 വർഷം 102%, 5 വർഷത്തേക്ക് 26%, അത് ഓൾമോസ്റ്റ് 25% നമുക്ക് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഓൾ അടിക്കുന്ന സമയത്ത് 24% കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ഫണ്ട് നല്ല ഫണ്ടുകളാണ്. ഇനി താഴെ ഹൈ റിട്ടേൺ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ടാക്സ് സേവിങ് ഫണ്ടുകൾ, ബെറ്റർ ദാൻ FDനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫണ്ടുകൾ, ടോപ്പ് കമ്പനീസ്, SIP വിത്ത് 500, സെക്ടർ ബേസ്, അങ്ങനെ ഓരോ തലങ്ങളിലുള്ള പല ടൈപ്സ് ഓഫ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ടോപ്പിൽ കാണുന്ന ഈ ഒരു 4 ഫണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റായിട്ട് ഫണ്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൂടാതെ സ്റ്റോക്കുകളൊക്കെ ഈ ആപ്ലിക്കേഷൻ വഴി വാങ്ങിക്കാം. നമുക്ക് ഏതെങ്കിലും മാരുതി സുസുക്കിൻ്റെ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ അടിക്കാം, അല്ലെങ്കിൽ സെൽ അടിക്കാം, ബൈ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ പെർഫോമൻസ്, 1 വീക്ക് പെർഫോമൻസ്, ഫണ്ടമെൻ്റലി അത് സ്ട്രോങ് ആണോ, അതുപോലെ പ്രോഫിറ്റ്, റവന്യൂ, നെറ്റ് ഗ്രോത്ത്, നെറ്റ് വർത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു വല്ലാത്ത ആപ്ലിക്കേഷനാണിത്. അതുപോലെ തന്നെ മേളിൽ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം. നമ്മുടെ ബാംഗ്ലൂരാണ് ഇവരുടെ ആസ്ഥാനം കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ 100 രൂപ, 500 രൂപ, 1000 രൂപയൊക്കെ ചെറിയ രീതിയിൽ SIP ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സ്വന്തമായിട്ട് കണ്ടെത്താം, ആരുടെയും സഹായം വേണ്ട, ഈസി ആയിട്ട് നമുക്ക് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നമുക്ക് ഫണ്ട് റിട്ടേൺ എടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. അവൈലബിൾ ബാലൻസിന് വിഡ്രോ അടിക്കുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തി. അത്രയേ ഉള്ളൂ. നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിലും ആഡ് ഫണ്ട് അടിക്കുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഫണ്ട് നമുക്ക് എന്ത് UPI വഴിയോ ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫണ്ട്, ഡെബിറ്റ് കാർഡ് വഴി എങ്ങനെ വേണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ഗ്രോ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ 100 രൂപയുടെ കാര്യം മറക്കണ്ട. നിങ്ങളൊരു അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലെ കൂടെ 100 രൂപ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഷെയർസ് വാങ്ങിക്കുകയോ, ഇങ്ങനെ എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ ടാസ്ക് ഒന്നുമില്ല. ജസ്റ്റ് സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക, KYC ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക, എത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. ഗ്രോ ആപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് റോണി സൈനിങ് ഓഫ്. ബൈ.